ഹായ്, എല്ലാവർക്കും CC+ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു പാഠവിശകലനമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ആപ്പിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നവോദയ എൻട്രൻസ് എക്സാം, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം, 1-to-1 ട്യൂഷൻ, CBSE സിലബസ് ബേസ്ഡ്, 10th CBSE ഓൺലൈൻ ബാച്ച്, ലാംഗ്വേജ് ലേണിംഗ്, മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെയാണ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് PYQ സെഷൻ വരുന്നുണ്ട്, കറന്റ് അഫയേഴ്സ് വരുന്നുണ്ട്, കൂടാതെ സിലബസ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് യൂണിറ്റ് ആണ് ഏത്? ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നത്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്, ആദ്യത്തെ പാഠഭാഗമാണ് കഥകൾ അതിമോഹനം. ദ്രോണ പർവ്വത്തിൽ നിന്നെടുത്ത ഭാഗം കഥകൾ അതിമോഹനം. കവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെതാണ്. കഥകൾ അതിമോഹനം എന്ന് പറയുന്നത് ദ്രോണപർവ്വത്തിൽ നിന്നും എടുത്തതാണ്. മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നുമാണ് ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു പാഠഭാഗം നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം അല്ലെ. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്. ഒരു യുദ്ധമാണല്ലേ, ഒരു യുദ്ധമാണ് പിക്ചറിൽ കാണുന്നത്. മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? കൗരവരും പാണ്ഡവരും തമ്മില് യുദ്ധം ചെയ്ത് അവസാനം ഒരാൾക്ക് ആ രാജ്യത്തിന്റെ അവകാശം ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ രണ്ട് കുടുംബക്കാരാണ് ഇവര്. ആരൊക്കെയാണ്? കൗരവര്, പാണ്ഡവരും കൗരവരും രണ്ട് കുടുംബക്കാരാണ്. ഇവര് തമ്മിൽ അവസാനം ഒരു തർക്കം ഉണ്ടാവുകയാണ്. രാജ്യത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാവുകയാണ്. ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും ആർക്ക് രാജാവാകണം? രണ്ട് സൈഡിൽ നിന്നും രണ്ടു പേർക്കും രാജാവാകണം. പക്ഷെ ഒരാൾക്ക് മാത്രമാണ് രാജാവാകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ തർക്കത്തിലാണ്. എനിക്കാകണം എന്ന് പറഞ്ഞ ഭയങ്കരമായ തർക്കമാണ്. അപ്പൊ ഹസ്തിനപുരി എന്ന് പറയുന്ന വലിയൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലെ വലിയൊരു കുടുംബമായിരുന്നു എന്ത്? ഇവര് രണ്ടുപേരും, പാണ്ഡവരുടെ കുടുംബവും കൗരവരുടെ കുടുംബവും. അങ്ങനെ അവസാനം അടുത്തൊരു രാജാവിനെ നിശ്ചയിക്കേണ്ട സമയമായപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ അടിയായി. കുറച്ചു പേര് പറയും ഞങ്ങൾക്ക് രാജാവാവണമെന്ന്, കുറച്ചു പേര് പറയും ഞങ്ങൾക്ക് രാജാവാവണമെന്ന്. അതേപോലെ തന്നെ ഇവിടെ ഒരേ ഒരു കസേരയേ ഉള്ളൂ. പക്ഷെ ആർക്കൊക്കെ ആകണം? രണ്ടു കൂട്ടർക്കും ആകണം. ഞങ്ങൾക്ക് വേണം രാജ്യമെന്ന് കൗരവര് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണം രാജ്യമെന്ന് പാണ്ഡവര് പറയുവാണ്. അങ്ങനെ ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ് അവിടെ. ആ യുദ്ധം നടക്കുന്ന സമയത്ത് കൗരവരുടെ സൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ യുദ്ധം നയിച്ചു കൊണ്ടുപോകുന്ന അവരുടെ സേനാധിപതിയായ ഭീഷ്മർ ശരശയ്യയിൽ വീണ് കിടക്കുകയാണ് അല്ലെ. ശരശയ്യയിൽ വീണ് കിടക്കുകയാണ്. ഇനി ആര് കൗരവരുടെ ആ ഒരു യുദ്ധം നയിക്കും അല്ലെ? അവിടെ സേനാധിപൻ ഇല്ല. അടുത്തത് ആരെ നിയമിക്കും? ആര് യുദ്ധം നയിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോ നമ്മുടെ ദുര്യോധനൻ, കൗരവരില് ആദ്യത്തെ പുത്രനാണ് ദുര്യോധനൻ അല്ലെ. ദുര്യോധനന് രാജ്യം വേണമെന്ന് പറഞ്ഞ് ദുര്യോധനനും എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദുര്യോധനൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ സേന നയിച്ചുകൊണ്ടിരുന്ന ഭീഷ്മർ അവിടെ വീണു. ഇനി സേന ആര് നയിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ കർണനെ കാണും. കർണൻ അല്ലെ, ഇവിടെ കർണൻ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കർണനോട് പറയുവാണ്, നീ ഒന്ന് നയിക്കാമോ നമ്മുടെ സേന? ഭീഷ്മർ എന്തായാലും വീണില്ലേ, ഇനി ഭീഷ്മർക്ക് നയിക്കാൻ സാധിക്കില്ലല്ലോ. നമ്മുടെ യുദ്ധം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലൊക്കെ സേന നയിക്കണ്ടേ? നീ ഒന്ന് സഹായിക്കണം, നീ ഒന്ന് ഞങ്ങളുടെ സേനയെ നയിക്കാമോ എന്ന് ചോദിക്കുന്ന ആ ഒരു സന്ദർഭമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ മഹാഭാരത യുദ്ധമാണ്. കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ട് എല്ലാവരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കൗരവരുടെ സേനാധിപതിയായ ഭീഷ്മര് അവിടെ വീണു. ഇനി അവർക്ക് സേന നയിക്കാൻ ആരുമില്ല. ആ സമയത്ത് ദുര്യോധനൻ വന്ന് കർണനോട് പറയാണ്, നീ ഒന്ന് ഞങ്ങളുടെ സേന നയിക്കാമോ? ആരും ഇല്ല, നീയെങ്കിലും സഹായിക്കണം, നീ ഒന്ന് നയിക്കാമോ? നീ വീരനായുള്ള ഒരാളല്ലേ, നീ ഒരു വീരനല്ലേ, നീ ഒന്ന് നയിക്കാമോ? നിന്നെ കൊണ്ട് സാധിക്കാത്തതായ ഒന്നുമില്ല, നീ ഒന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന ആ ഒരു സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു പോയതാണ്, എന്നാലും നമുക്ക് പശ്ചാത്തലം നോക്കാം.
മഹാഭാരത യുദ്ധത്തിന്റെ 11ാം ദിവസത്തെ സംഭവങ്ങളാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. കൗരവ സൈന്യാധിപനായ ഭീഷ്മർ ശരശയ്യയിൽ വീണതിനു ശേഷം അടുത്ത സൈന്യാധിപനെ നിശ്ചയിക്കുന്ന സന്ദർഭമാണിത്. നമ്മളിപ്പോ പറഞ്ഞതാണല്ലേ. അപ്പോ ഭീഷ്മര് ശരശയ്യയിൽ വീണ് കിടക്കുകയാണ്. ആ സമയത്ത് അടുത്ത ഒരാളെ നിശ്ചയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർണനെ ഇപ്പൊ ദുര്യോധനൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പശ്ചാത്തലമാണ് നോക്കിയത്. മഹാഭാരത യുദ്ധത്തിന്റെ 11ാം ദിവസം, 10ാം ദിവസം ഭീഷ്മര് വീഴും. 10ാം ദിവസം ഭീഷ്മര് ശരശയ്യയിൽ വീഴും. 11ാം ദിവസം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇനി മുന്നോട്ടേക്ക് യുദ്ധം കൊണ്ടുപോകണം, ജയിക്കണം അല്ലെ. നമുക്ക് ജയിക്കണം എന്നായിരിക്കും നമ്മളുടെ മനസ്സിൽ. നമ്മൾ രണ്ടുപേരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജയിക്കണം എന്നല്ലായിരിക്കും നമ്മുടെ മനസ്സിലെ ആഗ്രഹം. യുദ്ധം അങ്ങ് കടുത്തു വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോ ഇവിടെ ഭയങ്കരമായ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത സേനാധിപനെ തെരഞ്ഞെടുക്കണം. മഹാഭാരത കഥ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. ഹസ്തിനപുരി എന്ന രാജ്യം ഭരിച്ചിരുന്ന ഒരു വലിയ കുടുംബത്തിന്റെ കഥയാണിത്. പാണ്ഡുവിന്റെ മക്കളായ 5 പാണ്ഡവരും ധൃതരാഷ്ട്രരുടെ മക്കളായ 100 കൗരവരും തമ്മിലുള്ള തർക്കമാണ് ഇതിന്റെ കാതൽ. നമ്മൾ പറഞ്ഞിരുന്നു, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണെന്ത്? മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ മഹാഭാരത കഥ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. യുദ്ധത്തിന്റെ കാരണം എന്താണ്? രാജ്യാധികാരത്തെ ചൊല്ലി പാണ്ഡവരും കൗരവരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അല്ലെ. രണ്ടുപേർക്കും രാജാവാവണം അല്ലെ. ആർക്കെങ്കിലും ഒരാൾക്കാണ് രാജാവാകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ആകണം. അങ്ങനെ തല്ലായി ബഹളായി അവസാനം ഇത്രയും വലിയൊരു കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ആ ഒരു സംഭവം നയിക്കുകയാണ് ഉണ്ടായത്. കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ പാണ്ഡവർക്ക് അർഹമായ രാജ്യം നൽകാൻ തയ്യാറായില്ല. ശരിക്കും പാണ്ഡവർക്കാണ് ആ രാജ്യം നൽകേണ്ടത്. പക്ഷെ ദുര്യോധനൻ, കൗരവരുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് ദുര്യോധനൻ. ദുര്യോധനൻ എന്ന് പറയുന്നത് ഏറ്റവും മൂത്ത പുത്രനാണ് അല്ലെ. അപ്പൊ ആ ദുര്യോധനന് എന്താവണം? രാജാവാവണം. സമ്മതിക്കില്ല, ഞാൻ തന്നെയാണ് രാജാവാകുള്ളൂ, നിങ്ങളെ ഒന്ന് രാജാവാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 കാലിൽ നിൽക്കുകയാണ് ആര്? ദുര്യോധനൻ. അങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ശരിക്കും അർഹതപ്പെട്ടത് പാണ്ഡവരാണല്ലേ. പക്ഷെ അത് സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെ ലാസ്റ്റ് എന്തായി? അർഹമായ രാജ്യം നൽകാൻ തയ്യാറായില്ല. ഇതൊടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ കലാശിച്ചു. അതാണ് യുദ്ധത്തിന്റെ കാരണം. രാജ്യത്തെ ചൊല്ലി, രാജ്യ അധികാരത്തെ ചൊല്ലിയുള്ള ഒരു യുദ്ധമാണിത്. പാഠഭാഗത്തെ സന്ദർഭം എന്താണെന്ന് നോക്കാം. സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. യുദ്ധത്തിന്റെ 10ാം ദിവസം കൗരവ സൈന്യാധിപനായ ഭീഷ്മർ വീണു. 11ാം ദിവസം അടുത്ത സൈന്യാധിപനായി ആരെ വാഴിക്കണമെന്ന ചർച്ച നടക്കുന്നു. ദുര്യോധനൻ കർണനെ വിളിക്കുന്നുണ്ടെങ്കിലും കർണൻ തന്റെ ഗുരുവായ ദ്രോണരെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതാണ് നമ്മുടെ പാഠഭാഗം. അപ്പൊ പാഠഭാഗം ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു വെച്ചതാണ്. നമുക്ക് ഈ പാഠഭാഗം കവിതയായിട്ടാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ വരികളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്, അർത്ഥങ്ങളെല്ലാം പഠിച്ചു പോകാനുണ്ട്. പ്രധാന ആശയങ്ങള് നമുക്ക് നോക്കാം ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും, എന്തിനാണ് ഈ പുരാണ കഥകളെല്ലാം നമ്മൾ പഠിക്കുന്നത്? ഈ രാമായണവും അധ്യാത്മ രാമായണവും അതുപോലെ തന്നെ ഈ മഹാഭാരതവും ഒക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അല്ലെ? ഇത് നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സമയത്ത് പോലും എന്താണ് യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ന്യൂസിലൂടെ ഒക്കെ കാണുന്നതാണ് യുദ്ധം നടക്കുന്നത്. എത്രയോ ആളുകളാണല്ലേ അനാഥരാകുന്നത് അല്ലെ. എന്തോരം ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞു പോകുന്നത് യുദ്ധത്തിന്റെ പേരിൽ. ശരിക്കും ഈ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ എല്ലാവരും മനസ്സിൽ ചോദിക്കും അല്ലെ. എന്തിനാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാരണങ്ങളുടെ പേരിൽ തല്ലിടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നത്, തല്ലിടുന്നത്, മരിച്ചു വീഴുന്നത് അല്ലെ. അതിനൊരു ആവശ്യകത ശരിക്കും ഇല്ല. അപ്പോ സാമൂഹികപരമായിട്ട് ചിന്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലുള്ള പാഠഭാഗങ്ങളെല്ലാം പഠിക്കാൻ തരുന്നത്. സാമൂഹികപരമായിട്ട് ചിന്തിക്കാൻ, സാമൂഹികപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളെല്ലാം നമ്മളെ സഹായിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ യുദ്ധത്തിന്റെ തീവ്രത എന്താണ്? യുദ്ധം ശരിക്കും ആവശ്യമുണ്ടോ? സാമൂഹികപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ പാഠഭാഗമൊക്കെ അതിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് അല്ലെ. പ്രധാന ആശയങ്ങൾ നോക്കാം. കിളിപ്പാട്ട് പ്രസ്ഥാനം അല്ലെ. നമുക്കറിയാം എഴുത്തച്ഛൻ്റെതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. കിളിയെ കൊണ്ട്
കഥ പറയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കവിത പറയിപ്പിക്കുന്ന രീതിയിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കിളി വന്ന് പാട്ട് പാടുക, കിളി വന്ന് കഥ പറയുക എന്നുള്ളതല്ല. കിളിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? പക്ഷെ കിളിയുടെ നാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയും കളകളാരവം എന്നൊക്കെ പറയും, വളരെ മധുരമായ നാദം, അല്ലെ? അപ്പൊ അതുപോലെ മധുരമായ നാദത്തിൽ ഈ കവിത പറയൂ, അല്ലെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറയൂ എന്ന രീതിയിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ്, അതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ ഒരു കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. കിളിയെ ആകർഷിക്കാൻ പാൽ, തേൻ, കദളിപ്പഴം തുടങ്ങിയ വിഭവങ്ങൾ കവി വാഗ്ദാനം ചെയ്യുന്നു. ഇത് കവിതയിലുള്ളതാണ്. കവിതയിലുള്ളതാണ് ഈ ഭാഗങ്ങളെല്ലാം. എഴുത്തച്ഛൻ എന്താണ് പറയുന്നത്? നിനക്ക് അത് തരാം, ഇത് തരാം, നീ ഇതൊക്കെ ഒന്ന് പറയാമോ? ഈ കുരുക്ഷേത്ര യുദ്ധമാണ് ഞാൻ കവിത എഴുതിയേക്കുന്നത്, ഞാൻ എഴുതി വെച്ചേക്കുന്നത്. നീ ഇതൊന്ന് പാടി പറയാമോ? മധുരമായ നിന്റെ നാദത്തിൽ പറയാമോ? വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പാൽ തരാം, തേൻ തരാം, കദളിപ്പഴം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ കവിതയിലുള്ളതാണ്. ക്വസ്റ്റ്യനും ചോദിക്കും, എഴുത്തച്ഛൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് കിളിയെ വിളിക്കുന്നത്, കഥ പറയാൻ വിളിക്കുന്നത്, എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്? ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. കർണന്റെ മഹത്വം, അതുപോലെ തന്നെ കർണൻ എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ കർണന്റെ കഥാപാത്ര നിരൂപണം ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ കർണനെ കുറിച്ച് പഠിച്ചു വെക്കണം. ഭീഷ്മർക്ക് ശേഷം സൈന്യാധിപനാകാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തന്റെ ഗുരുവായ ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ താൻ ആ പദവി ഏൽക്കുന്നത് ശരിയല്ലെന്ന് കർണൻ വിനയപൂർവ്വം പറയുന്നു. ഇത് കർണന്റെ ഗുരുഭക്തിയെയും മാന്യതയെയും കാണിക്കുന്നു. അപ്പോ ദുര്യോധനൻ പറയുന്നുണ്ടല്ലേ, ഭീഷ്മർ വീണ് കിടക്കുകയാണ്, ഇനി നമ്മുടെ സൈന്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ല, അപ്പൊ നീ ഒന്ന് സഹായിക്കണം, നീ ആകണം ഞങ്ങളുടെ സൈന്യാധിപൻ എന്ന് പറയുമ്പോ നമ്മുടെ കർണൻ മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ ഗുരു ഉള്ളപ്പോൾ ആ സ്ഥാനത്തേക്ക് ഞാൻ വരുന്നത് ഒരിക്കലും ശരിയല്ല. ഗുരുവിനോടുള്ള ആദരവ്, നല്ലൊരു വ്യക്തിത്വം, ഇതെല്ലാം തന്നെ കർണന്റെ അവിടെ തെളിഞ്ഞു കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലേ. എന്റെ ഗുരു ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് സൈന്യം നയിക്കുന്നത്? ഞാൻ പുറകിൽ നിന്നോളാം. എന്റെ ഗുരുവിന് പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഗുരുവില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഞാൻ അത് ചെയ്തോളാം. പക്ഷെ ഗുരു ഉള്ള സ്ഥിതിക്ക് ഞാൻ ആ ഒരു സ്ഥാനത്തേക്ക് വരില്ല എന്നാണ് കർണൻ പറയുന്നത്. ഗുരുവിനോടുള്ള ഭക്തി, മാന്യത, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ എന്താണ്? സ്വഭാവ സവിശേഷതകളാണ്. ദ്രോണാഭിഷേകം പ്രധാനപ്പെട്ട ആശയങ്ങളാട്ടോ നമ്മൾ നോക്കുന്നത്. വരികളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നോക്കുന്നത്. ദ്രോണാഭിഷേകം, കർണന്റെ നിർദ്ദേശപ്രകാരം ദുര്യോധനൻ ദ്രോണാചാര്യരെ കൗരവ സൈന്യത്തിന്റെ സൈന്യാധിപനായി അഭിഷേകം ചെയ്യുന്നു. അപ്പോ കർണൻ ഇനി ആകില്ല, എന്റെ ഗുരു ഉള്ളപ്പോ ഞാൻ എന്തായാലും എന്താകില്ല, ഞാൻ ഒരു സൈന്യാധിപനാകില്ല എന്ന് പറഞ്ഞപ്പോൾ ദ്രോണരെ ആ സ്ഥാനത്തേക്ക് ദുര്യോധനൻ അഭിഷേകം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു. യുദ്ധത്തിന്റെ ദുരന്തം, അല്ലെ? യുദ്ധത്തിന്റെ ദുരന്തം, യുദ്ധം എപ്പോഴും വലിയ നാശങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്ന വലിയ സത്യം മഹാഭാരതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെ? നമ്മൾ എന്തിനാണ് ഇതെല്ലാം പഠിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പൊ യുദ്ധത്തിന്റെ ഭീകരത, യുദ്ധം ഒന്നിലും നമ്മളെ കൊണ്ട് എത്തിക്കില്ല, നാശത്തിലേക്ക് മാത്രമാണ് എത്തിക്കുള്ളൂ. ചെറിയൊരു വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അതിനു മാത്രം ആളുകളാണ് മരിച്ചു വീഴുന്നത്. കുട്ടികൾ ഉൾപ്പെടെ എത്രയോ ആളുകളാണ് അനാഥരാകുന്നത്, അല്ലെ? അപ്പോ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, അല്ലെ? യുദ്ധം നമ്മളെ ഒന്നിലേക്കും എത്തിക്കില്ല, വലിയ നഷ്ടങ്ങളിലേക്ക്, നാശങ്ങളിലേക്കാണ് എത്തിക്കുള്ളൂ എന്ന ആശയമാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ 10th ബാച്ചിന്റെ CBSE 10th ബാച്ചിന്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റിലും. അപ്പൊ നമ്മൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇതുപോലെ എല്ലാം കവർ ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. 9496949929 എന്ന നമ്പറിലേക്ക് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക കേട്ടോ. നമുക്കപ്പോ ബാക്കി ഭാഗം നോക്കാം. കവി പരിചയം എന്ന് പറയുമ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണല്ലേ. എഴുത്തച്ഛനാണ് ഈ ഒരു പാഠഭാഗം എഴുതിയത്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് നോക്കാം.
കവി പരിചയം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും അടിത്തറ പാകിയ മഹാകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. നമുക്ക് അറിയാം അത് അല്ലെ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഴുത്തച്ഛനാണെന്ന് നമുക്കറിയാം. പ്രധാന വിവരങ്ങൾ. കാലഘട്ടം ഏകദേശം 16-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടമായി വരുന്നത്. ജന്മദേശം മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തൃക്കണ്ടിയൂറാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേരായ തുഞ്ചൻ പറമ്പ് ഇന്നൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രസ്ഥാനം. മലയാളത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം ആരുടേതാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റേതാണ്. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. ഒരു കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതിയാണിത്. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ആളാണല്ലേ ആര്? എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയം നമുക്ക് പഠിക്കാനുണ്ട്. ആധുനിക കവിത്രയവും പ്രാചീന കവിത്രയവും. അതിൽ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടതാണ് ആര്? എഴുത്തച്ഛൻ. മലയാളത്തിലെ പ്രാചീന കവിത്രയങ്ങളിൽ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, ഇവര് മൂന്നാളുമാണ് എന്ത്? പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടവർ. അപ്പോ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ എന്നിവർ ആരാണ്? എന്നിവർ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ആളുകളാണ്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട എഴുത്തുകാരാണ് ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ എന്നിവര്. പ്രധാന കൃതികൾ. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട് എഴുത്തച്ഛന്റേതാണെന്ന് കരുതപ്പെടുന്ന ഒരു ഭാഗമാണത്. അപ്പൊ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഥകളതി മോഹനം. പ്രത്യേകതകൾ എന്താ? ഭാഷാപരമായ മാറ്റങ്ങൾ അല്ലെ. ഭാഷാപരമായ മാറ്റങ്ങൾ. ഇപ്പൊ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആശയങ്ങൾ നമ്മൾ നോക്കി. ഭാഷാപരമായ മാറ്റങ്ങൾ. വട്ടെഴുത്തിന് പകരം 51 അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രചാരത്തിൽ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. എഴുത്തച്ഛന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. വട്ടെഴുത്തിന് പകരം 51 അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആര്? അതിന് വലിയ പങ്ക് വഹിച്ചത് എഴുത്തച്ഛനാണ്. സാമൂഹിക മാറ്റം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുരാണങ്ങളെ ലളിതമായി അവതരിപ്പിച്ചു അല്ലെ. പുരാണ കഥകളെയെല്ലാം വളരെ ലളിതമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വിവരിച്ചു. ഭക്തി പ്രസ്ഥാനം. ഭക്തിയിലൂടെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് അദ്ദേഹം തന്റെ കൃതികളിലൂടെ ശ്രമിച്ചത്. ഭക്തി പ്രസ്ഥാനം, സാമൂഹിക മാറ്റം, ഭാഷാപരമായ മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെടുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതകളാണ്. ഇതെല്ലാമാണ് നമ്മൾ നോക്കിയത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യത്തെ പാഠഭാഗം അല്ലെ. ആദ്യത്തെ പാഠഭാഗമാണ് 10th ഫസ്റ്റ് യൂണിറ്റ്. കഥകളതി മോഹനം എന്ന് പറയുന്ന ചാപ്റ്റർ ജസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. ആ ചാപ്റ്ററിന്റെ പശ്ചാത്തലം, ആ ചാപ്റ്റർ ഏതിൽ നിന്ന് എടുത്തു? ഇപ്പൊ നമ്മൾ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്ന് എടുത്തു. രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ. എഴുത്തച്ഛനാണ് ഈ ഒരു പാഠഭാഗം രചിച്ചത്. ഇതെല്ലാം നമ്മൾ നോക്കി. പ്രത്യേകതകൾ നോക്കി, പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കി, എഴുത്തുകാരന്റെ പ്രത്യേകതകൾ നോക്കി. ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് വരികളിലേക്ക് കടക്കണം അല്ലെ. കഥകളതി മോഹനം എന്ന് പറയുന്ന കവിത നമുക്ക് പഠിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കവിതയുടെ വരികൾ, അർത്ഥം, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ നമ്മളുടെ കളരി ബാച്ചിനെ കുറിച്ചിട്ടൊന്ന് പറയാം. കളരി ബാച്ച് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ലാംഗ്വേജ് ഫ്ലുവന്റ് ആവാൻ വേണ്ടി കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. 1-to-1 ട്യൂഷൻ ആണ് വരുന്നത്. കുട്ടികൾക്ക് ലാംഗ്വേജിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെ. മലയാളം പ്രത്യേകിച്ച് ഒരുപാട് തെറ്റുകൾ കുട്ടികൾ വരുത്തുന്നുണ്ട്. എത്ര വലിയ കുട്ടിയാണെന്ന് പറഞ്ഞാലും, വലിയ സ്റ്റാൻഡേർഡിലുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാലും എന്താണ്, മലയാളത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ ഓരോ പ്രശ്നവും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ എത്തരത്തിൽ ക്ലാസ് എടുക്കാം, ഏത് രീതിയിൽ ക്ലാസ് എടുക്കാമെന്ന് മനസ്സിലാക്കി 1-to-1 സെഷൻ ആണ് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക്, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ കുട്ടിയുടെ ലെവലിനനുസരിച്ച് നിന്ന് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെക്കേഷൻ ടൈം നമുക്ക് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യുക, 9496949929 എന്ന നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക, ജോയിൻ ചെയ്യുക ക്ലാസ്സിലേക്ക്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്